ഓക്കെ, നമ്മള് അപ്പോ പറഞ്ഞോണ്ടിരുന്നത് എന്താണ് കഴിഞ്ഞ ക്ലാസ്സില്? ആരോ ഒരാള് മ്യൂട്ട് ആകാതെ ഉണ്ടല്ലോ, ആരാണത്? Okay, in our last class we are discussing about plants അല്ലേ? നമ്മൾ ഇനി പ്ലാന്റ്സിലാണ് നമ്മൾ എത്തി നിന്നത് അല്ലേ? അപ്പോഴാണ് നമ്മുടെ ക്ലാസ് കട്ടായി പോയത്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില്, മുൻപത്തെ ക്ലാസ്സില് നമ്മൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തു. അതായത് എന്തൊക്കെയായിരുന്നു? ബോഡി പാർട്സ് അല്ലേ? അതൊക്കെയാണ് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സെക്കൻഡ് സെം ഏകദേശം നെക്സ്റ്റ് മന്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മേ ബി നെക്സ്റ്റ് മന്ത് ഒക്ടോബർ. ഓക്കെ, അപ്പോ അതിനു മുമ്പ് നമ്മൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ബോഡി പാർട്സ് നമ്മൾ പറഞ്ഞു, വാട്ട് ദേ ഡു, അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് വൺ പ്ലാന്റ്സ് ആണ് അല്ലേ? പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് അന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നു പ്ലാന്റ്സ് അല്ലേ? അതൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്തു. എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം അല്ലേ? There are different types of plants are there അല്ലേ? നമ്മുടെ ചുറ്റും ഒരുപാട് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ദേവപ്രിയ, നൈജൽ, ജസ്വിൻ, സിജോ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണേ പ്ലീസ്. ഓൺ യുവർ വീഡിയോ. ഓക്കെ, എന്താണ്? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സോറി, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? പ്ലാന്റ്സിനെ കുറിച്ചാണ് അല്ലേ? There are lots of plants are there അല്ലേ? Different types of plants. നമ്മുടെ ചുറ്റും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? എന്തൊക്കെ പ്ലാന്റ്സ് ആ ഉള്ളത് നമ്മുടെ ചുറ്റുപാടും? ഒരുപാട് ചെടികൾ ഉണ്ടാവാറുണ്ട് അല്ലേ? പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചെടികൾ അല്ലേ? ആരോമൽ, അൺമ്യൂട്ട് ചെയ്തേ മോനെ ആരോമൽ. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്? എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ ചുറ്റുപാടും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് അല്ലേ? ഒരുപാട് ചെടികൾ നമ്മൾ കാണാറുണ്ട് അല്ലേ നമ്മുടെ ചുറ്റും? ആരോമൽ, എന്തൊക്കെ ചെടികളാണ് നമ്മൾ കാണാറ്? മാംഗോ ട്രീ, ആപ്പിൾ ട്രീ, വെണ്ടക്ക. ഓക്കെ, വെണ്ടക്ക, ലേഡീസ് ഫിംഗർ അല്ലേ? ലേഡീസ് ഫിംഗർ പ്ലാന്റ് അല്ലേ? ലേഡീസ് ഫിംഗർ ട്രീ അല്ല അല്ലേ? അതൊരു പ്ലാന്റ് നമുക്ക് പറയാം അല്ലേ? പ്ലാന്റ് ആൻഡ് പൊട്ടറ്റോ, റാഡിഷ്, അതൊന്നല്ലാതെ ഒരുപാട് നമ്മൾ കാണാറുണ്ട് അല്ലേ? കോക്കനട്ട് ട്രീ ഉണ്ട് അല്ലേ? ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്. അങ്ങനെ ഒരുപാട് എന്താണ്? പ്ലാന്റ്സ് ഉണ്ട് അല്ലേ നമ്മുടെ ചുറ്റും? അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അല്ലേ? അതായത് കോക്കനട്ട് ട്രീ ആണെങ്കിൽ നമ്മൾക്ക് എന്താ തരിക? കോക്കനട്ട് തരും. മാംഗോ ട്രീ എന്താണ് തരിക? മാംഗോ തരും. ആപ്പിൾ ട്രീ നിന്ന് നമുക്ക് ആപ്പിൾ കിട്ടും. ലേഡീസ് ഫിംഗറിൽ നിന്ന് നമുക്ക് ലേഡീസ് ഫിംഗർ കിട്ടും. പൊട്ടറ്റോ പ്ലാന്റ് നമുക്ക് പൊട്ടാറ്റോ തരും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ദേവപ്രിയ, മോള് ഭക്ഷണം കഴിക്കാണോ മോളെ? എന്നാൽ മോള് വീഡിയോ ഓഫ് ചെയ്ത് കഴിച്ചോ മോളെ ദേവപ്രിയ? ഓക്കെ, മിസ് പറയുന്നത് ശ്രദ്ധിച്ചാ മതി. ഓക്കെ, എന്നാ മിസ്സിനോട് പറയണ്ടേ ഞാൻ ഫുഡ് കഴിക്കാണെന്ന്? ഓക്കെ, അപ്പോ എന്തൊക്കെ പ്ലാന്റ്സ് ആ ഉള്ളത്? സം പ്ലാന്റ്സ് ഗിവ്സ് us ഫ്രൂട്ട്സ് അല്ലേ? നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? സം പ്ലാന്റ്സ് ഗിവ്സ് us ഫ്രൂട്ട്. ഓക്കെ, അതെന്താണ്? മാംഗോ ട്രീ ഉണ്ട് അല്ലേ? മാംഗോ ട്രീ ഗിവ്സ് us, മാംഗോ ട്രീ നമുക്ക് എന്താ തരിക ആരോമൽ? മാംഗോ ട്രീ മാംഗോ തരും. ഓക്കെ, ആപ്പിൾ ട്രീ എന്താ തരിക ആരോമൽ? ആപ്പിൾ തരും. ആപ്പിൾ തരും അല്ലേ? ആപ്പിൾ ഇഷ്ടമാണ് എല്ലാവർക്കും. ഡു യു ലൈക്ക് ആപ്പിൾ? നോ? യെസ്. ഓക്കെ, ആപ്പിള് കഴിക്കുന്നത് നല്ലതാണ് അല്ലേ? നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട്. ഇഷാൻ ഇഷ്ടമല്ല ആപ്പിൾ? മിസ്സിനും ഇഷ്ടമല്ല ഇഷാൻ? മിസ്സിനും ഇഷ്ടമേ അല്ല. ഓക്കെ, പക്ഷേ ആപ്പിള് കഴിക്കുന്നത് നല്ലതാണ് അല്ലേ? നമ്മുടെ ബോഡിക്ക് നല്ലതാണ് ആപ്പിൾ കഴിക്കുന്നത്. പക്ഷെ നന്നായി കഴുകി വൃത്തിയാക്കി മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ എന്താണ്? ആപ്പിൾ ട്രീ നമുക്ക് ആപ്പിൾ തരും അല്ലേ? മാംഗോ ട്രീ മാംഗോ തരും. കോക്കനട്ട് ട്രീ എന്ത് തരും? കോക്കനട്ട് തരും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ഫ്രൂട്ട്സ് തരുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. സം പ്ലാന്റ്സ് ഗിവ്സ് us ഫ്രൂട്ട് അല്ലേ? അപ്പോ മാംഗോ ട്രീ
എന്താണ് എന്ത് ഫ്രൂട്ട് ആണ് തരിക? മാംഗോ ഫ്രൂട്ട് അല്ലേ? അങ്ങനെ എന്താണ് പിന്നെ റംബുട്ടാൻ ഉണ്ട് അല്ലേ? ഒരുപാട് പേരുടെ വീട്ടില് റംബുട്ടാൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ? എത്ര പേരുടെ വീട്ടിലുണ്ട് റംബുട്ടാൻ? ഒന്ന് കൈ ഉയർത്തിയേ, റേസ് യുവർ ഹാൻഡ്സ്. ആ, ഗോഡ്വിന്റെ വീട്ടിലുണ്ടല്ലേ? നോണയാണല്ലേ ഗോഡ്വിൻ? അമ്മ പറയുന്നു ഇല്ലാന്ന്, ഗോഡ്വിൻ പറയുന്നു ഉണ്ടെന്ന്. ഓക്കെ. ആ, ക്രിസ്റ്റോ ജോണിന്റെ വീട്ടിലുണ്ടോ? ക്രിസ്റ്റോ, റംബുട്ടാൻ ഉണ്ടോ? എന്താണ് മോനെ? അൺമ്യൂട്ട് ചെയ്ത് മോനെ. എന്താണ്? ഉണ്ടല്ലേ? ആ, ഓക്കെ. അപ്പൊ റംബുട്ടാൻ എന്ത് തരും നമുക്ക്? റംബുട്ടാൻ ഫ്രൂട്ട് തരും അല്ലേ? റംബുട്ടാൻ ട്രീ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ കുറെ ഫ്രൂട്ട്സ് തരുന്ന പ്ലാന്റ്സും ഉണ്ടല്ലേ? പിന്നെന്തുണ്ട്? സം പ്ലാന്റ്സ് ഗീവ്സ് us vegetables അല്ലേ? സം പ്ലാന്റ്സ് ഗീവ്സ് us fruits and some plants gives us vegetable. വെജിറ്റബിൾ തരുന്ന എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട്? നിഹാദ്, നിഹാദ് അൺമ്യൂട്ട് ചെയ്ത് മോനെ. നിഹാദ് അൺമ്യൂട്ട് ചെയ്തേ. പ്ലീസ് അൺമ്യൂട്ട് നിഹാദ്. ഓക്കെ. വെജിറ്റബിൾസ് തരുന്ന എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട് നിഹാദ്? എന്തൊക്കെയുണ്ട്? പിക്ചറിൽ നോക്കിയേ. അവിടെ റാഡിഷ്, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, അതൊക്കെ എന്താണ് നമുക്ക് തരിക? വെജിറ്റബിൾസ് ആണല്ലേ തരിക അല്ലേ? അങ്ങനെ ചില പ്ലാന്റ്സ് നമുക്ക് ഫ്രൂട്ട്സ് തരാറുണ്ട്, ചില പ്ലാന്റ്സ് നമുക്ക് വെജിറ്റബിൾസ് തരാറുണ്ട് അല്ലെ? വെജിറ്റബിൾസ് തരുന്ന 2-3 പ്ലാന്റ്സിന്റെ ഫോട്ടോസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ലേഡീസ് ഫിംഗർ അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? ലേഡീസ് ഫിംഗർ അല്ലേ? ലേഡീസ് ഫിംഗർ ഉണ്ട് അവിടെ. ലേഡീസ് ഫിംഗർ എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് മോനെ ഇഷാൻ? What happened? അവൻ കൂടെ പറയുന്നതാ. ആണോ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോ അവിടെ എന്തുണ്ട്? ലേഡീസ് ഫിംഗർ, ലേഡീസ് ഫിംഗറിന്റെ ഒരു പിക്ചർ ഉണ്ട് അല്ലേ? ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്കാണ് അല്ലേ? വെണ്ടയ്ക്ക് ഇഷ്ടമാണോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. ആ, ഓക്കെ. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരോമൽ, വാട്ട് ആർ യു ഡൂയിങ് there? ലിസൺ. ഓക്കെ ഓക്കെ. ലേഡീസ് ഫിംഗർ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട് അല്ലേ? പൊട്ടറ്റോ എന്താണ്? പൊട്ടറ്റോ സമീഷന, പൊട്ടറ്റോ എന്ന് വെച്ചാൽ എന്താണ് മോളെ? ഉരുളക്കിഴങ്ങ് അല്ലേ? ഓക്കെ. ഗോഡ്വിൻ, ഗോഡ്വിൻ, പൊട്ടറ്റോ എന്ന് വെച്ചാൽ എന്താണ് മോനെ? ഗോഡ്വിൻ അൺമ്യൂട്ട് ചെയ്തേ. എന്താണ്? എന്താണ്? ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് പറ, വേഗം പറ. എന്താണ് മോനെ ഗോഡ്വിൻ? ഓക്കെ, പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് കേട്ടാ, എന്താ പറയാന്ന്. ഓക്കെ ഓക്കെ. അപ്പോ പൊട്ടറ്റോ എന്ന് വെച്ചാൽ എന്താണ്? ഉരുളക്കിഴങ്ങാണ് അല്ലേ? ദെൻ റാഡിഷ്. റാഡിഷ് കണ്ടിട്ടുണ്ടോ എല്ലാവരും? റാഡിഷ് എന്താണ്? റാഡിഷ് ആർക്കറിയാം? റാഡിഷ് എന്താണ് ഇഷാൻ? എന്താണ് റാഡിഷ്? കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. റാഡിഷ്, ഓക്കെ, റാഡിഷ് കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ എല്ലാവരും? കാണാൻ എങ്ങനെയുണ്ട്? ലുക്ക് ലൈക്ക് ക്യാരറ്റ് അല്ലേ? ക്യാരറ്റിനെ പോലെ ഉണ്ട്, കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? ക്യാരറ്റ് എന്താണ്? എന്ത് കളറാണ്? ഓറഞ്ച് കളറിൽ ഉണ്ടാവും. റാഡിഷ് വൈറ്റ് കളർ ആണ് അല്ലേ? നമ്മള് മുള്ളങ്കി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ആണ് അല്ലേ ഇത്? റാഡിഷ്. ഓക്കെ. ദെൻ എന്താണ്? ലേഡീസ് ഫിംഗർ, പൊട്ടറ്റോ, റാഡിഷ്. പിന്നെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട്? പിന്നെ എന്തൊക്കെയുണ്ട് വെജിറ്റബിൾസ്? ടൊമാറ്റോ ഉണ്ട് അല്ലേ? ടൊമാറ്റോ, ബീൻസ്, അങ്ങനെ ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് ആർ ദെയർ അല്ലേ? അതൊക്കെ തരുന്ന എന്താണ്? പ്ലാന്റ്സ് ആണ്. അപ്പൊ നമുക്ക് പ്ലാന്റ്സ് തരുന്ന വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് തരുന്ന പ്ലാന്റ്സ് ഉണ്ട്, ആൻഡ് വെജിറ്റബിൾസ് തരുന്ന പ്ലാന്റ്സും ഉണ്ട് അല്ലേ? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ദെൻ സം പ്ലാന്റ്സ് ഗീവ്സ് us cereals അല്ലേ? cereals തരുന്ന ചില പ്ലാന്റ്സും ഉണ്ട് അല്ലേ? വീറ്റ്, റൈസ്, അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ തരുക എന്താണ്? പ്ലാന്റ്സ് ആണ് അല്ലേ?
വീറ്റും റൈസും ഒക്കെ എന്താണ് വെജിറ്റബിളും ഫ്രൂട്ടും ആണോ? അല്ല അല്ലേ? അതൊക്കെ ഓരോ ധാന്യങ്ങളാണ് അല്ലേ? അതൊക്കെ തരുക എന്താണ് വെജിറ്റബിൾ പ്ലാന്റ്സ് ആണ് അല്ലേ? അങ്ങനത്തെ പ്ലാന്റ്സും ഉണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റും ഒരുപാട് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് ചെടികളുണ്ട്. അതൊക്കെ തരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സെറൽസ്, മെഡിസിൻസ്, അങ്ങനത്തെ ഒക്കെ പ്ലാന്റ്സ് ഒരുപാട് നമ്മൾ ചുറ്റിലും കാണാറുണ്ട് അല്ലേ? നമ്മൾ കാണുമ്പോൾ നോക്കുക നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ എന്തൊക്കെ ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടെന്ന് നോക്കുക. പിന്നെ സം പ്ലാന്റ്സ് ഗിവ്സ് us മെഡിസിൻ അല്ലെ? മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? മെഡിസിനൽ പ്ലാന്റ്സ് ഒരുപാടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? നീം അല്ലേ? നീമിന്റെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നീം എന്താണ്? നമ്മുടെ വേപ്പ് അല്ലേ? വേപ്പാണ്. വേപ്പൊക്കെ എന്താണ്? ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അല്ലേ? അങ്ങനത്തെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഗുൽമോഹർ ട്രീ. സം പ്ലാന്റ്സ് ഗ്രോ ഇൻടു ബിഗ് ട്രീസ് അല്ലേ? ചില പ്ലാന്റ്സ് എന്താവും? ബിഗ് ട്രീസ് ആയിട്ട് വളരും. ഗുൽമോഹർ ട്രീ, ബനിയൻ ട്രീ, അതൊക്കെ എന്താണ്? ബിഗ് പ്ലാന്റ്സ് ആണ് അല്ലേ? വലുതാണ്. പിന്നെ മാംഗോ ട്രീ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? വലിയതായിട്ട് വലിയ മാംഗോ ട്രീ ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? സം പ്ലാന്റ്സ് ഗ്രോ ഇൻടു ബിഗ് ട്രീസ്. ചില പ്ലാന്റ്സ് എന്താവും? വലിയ ട്രീസ് ആയിട്ട് വളരാറുണ്ട്. അതായത് ഗുൽമോഹർ ട്രീ, ബനിയൻ ട്രീ, അങ്ങനെ ഒരുപാട് ട്രീസ്, വലിയ പ്ലാന്റ്സ് വലിയ ട്രീസ് ആകുന്ന പ്ലാന്റ്സും ഉണ്ട് അവിടെ. പിന്നെ സം ആർ സ്മോൾ ഷ്രബ്സ്. സം ആർ സ്മോൾ ഷ്രബ്സ്, അതായത് ചെറിയ ചെറിയ ഷ്രബ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ കുറ്റിച്ചെടികൾ പോലെ വളരുന്ന പ്ലാന്റ്സും ഉണ്ട് അല്ലേ? ഇതെന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചർ? എന്താണ്? റോസ് പ്ലാന്റ് ആണ് അല്ലേ? റോസിന്റെ പിക്ചർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര പേരുടെ വീട്ടിൽ റോസ് പ്ലാന്റ് ഉണ്ട്? റോസാ ചെടി, നമ്മൾ പനിനീർ പൂ എന്നൊക്കെ പറയുന്ന റോസാ ചെടി. ഇഷാൻ, സമജ്ന, ആൻഡ്രോസ് ജിയോ, ക്രിസ്റ്റോ ജോൺ, പിന്നെ ആരുടെ വീട്ടിലുണ്ട്? ഗോഡ്വിൻ, നിഹാദ്, ഷാൻസ, സിയാൻ, മുഹമ്മദ് സാദ്, പിന്നെയോ ധ്യാൻ, മഹദിയ, പാർവണ, അംന ഫാത്തിമ, ഭാവയാമി, ക്രിസ്റ്റി ജോസഫ്, എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഷാമിൽ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ എന്തുണ്ട്? റോസ് പ്ലാന്റ് ഉണ്ട് അല്ലേ? റോസ് പ്ലാന്റ് എങ്ങനെയാ വളരുക? ബിഗ് ട്രീസ് ആവുകയാണോ ചെയ്യാ? ഇല്ല അല്ലേ? റോസ് പ്ലാന്റ് ഒന്നും വലിയ ട്രീസ് ഒന്നും ആയിട്ട് ഗ്രോ ചെയ്യാറില്ല. ദാറ്റ് ഇസ് ഓൺലി സ്മോൾ ഷ്രബ്സ് ആണ് അല്ലേ? ചെറിയ ഷ്രബ്സ് ആണ് അതൊക്കെ. ചെറിയ ഷ്രബ്സ് എന്ന് വെച്ചാൽ എന്താണ്? കുറ്റിച്ചെടികൾ അല്ലേ? നൈജൽ, വാട്ട് ഇസ് ദാറ്റ്? വാട്ട് ഇസ് ദാറ്റ് മോനെ? എന്താണത്? പാഷൻ ഫ്രൂട്ട് അല്ലേ? ഓക്കെ. അപ്പോ എന്താണ്? പാഷൻ ഫ്രൂട്ട് ഒക്കെ എന്താണ്? ഫ്രൂട്ട് ആണ് അല്ലേ? നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന പ്ലാന്റ്സിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് അതൊക്കെ അല്ലേ? അപ്പൊ എന്താണ്? ചിലത് എന്താണ്? വലിയ ട്രീസ് ആകാറുണ്ട്. ചിലത് സ്മോൾ ഷ്രബ്സ് ആയിരിക്കാം. ചിലത് മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ചില പ്ലാന്റ്സ് ഗിവ്സ് us വെജിറ്റബിൾസ്. ചില പ്ലാന്റ്സ് നമുക്ക് തരിക ഫ്രൂട്ട്സ് ആണ്. നൈജൽ, ഓക്കെ. ബനാന ഉണ്ടല്ലേ? ബനാന ഇസ് എ ഫ്രൂട്ട് ഓൾസോ. ഓക്കെ. ദെൻ സെറൽസ് അല്ലേ? ധാന്യങ്ങൾ തരുന്ന ഒരുപാട് ചെടികളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആർ there. ഓക്കെ. ദെൻ അതുപോലെ റോസാ ചെടിയൊക്കെ എന്താണ്? സ്മോൾ ഷ്രബ് ആണ് അല്ലേ? അത് ചെറിയ സ്മോൾ ഷ്രബ്, ദാറ്റ് മീൻസ് ചെറിയ കുറ്റിച്ചെടികളാണ് അതൊക്കെ അല്ലേ? എല്ലാവർക്കും ഇഷ്ടല്ലേ റോസ് ഫ്ലവർ ഒക്കെ? എല്ലാവർക്കും ഇഷ്ടല്ലേ? നല്ല ഭംഗിയാണല്ലേ റോസ് ഫ്ലവർ കാണാൻ? എവറിബഡി ലൈക്സ് ദാറ്റ്. ഓക്കെ. ദെൻ some are small shrubs just like rose plant. Okay. Appo there are different types of plants, and first one is some plants gives us fruits alle? Fruit tharuna plants undu. Vegetables tharuna. Some plants gives us vegetables. Some plants gives us cereals. Some plants gives us medicine. Some plants grows into big trees. Some plants are small shrubs alle? Angane different types of Nigel. Okay. What is that? Tomato അല്ലേ? ടൊമാറ്റോ എന്തൊക്കെയാണുള്ളത്? ഓക്കെ. ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടല്ലേ? ഓക്കെ. ദെൻ സം ആർ സ്മോൾ ഷ്രബ്സ്. ഓക്കെ മോനെ, അത് എടുത്തു വെക്കും മോനെ. ഓക്കെ. സം പ്ലാന്റ്സ് ഗ്രോ ഇൻ ടു ബിഗ് ട്രീസ്. സം ആർ സ്മോൾ ഷ്രബ്സ് അല്ലേ? അങ്ങനെ മെഡിസിനൽ പ്ലാന്റ്, ബിഗ് ട്രീസ് എന്തൊക്കെയാണ്? പിന്നെ സെറൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ different types of vegetables, different types of plants are there. Okay. Then next page number 68.
പേജ് നമ്പർ 68 ആനിമൽസ് അല്ലേ ആനിമൽസ് ഓക്കെ ആനിമൽസ് എന്തൊക്കെ ആനിമൽസിനെയാണ് കാണുന്നത് Andros Gio, why are you so gloomy മോളെ listen okay Andros page number 68 എടുത്ത മോളെ Andros Gio okay which animals is that there are lots of animals അല്ലേ pictures of animals what animal is that നോക്കി മോളെ കുറെ ആനിമൽസിനെ കാണുന്നുണ്ട് അല്ലേ അതൊക്കെ ഒന്ന് വായിച്ച് മോളെ എന്തൊക്കെ ആനിമൽസ് ആണത് which type of animals hippopotamus, okay giraffe, okay then owl, mouse, okay അപ്പോ നോക്കുക here is the picture of some animals അല്ലേ hippopotamus giraffe owl and mouse അല്ലേ അങ്ങനെ different types of animals ഉണ്ട് അവിടെ birds ഉണ്ട് അങ്ങനെ different types of animals birds ഒക്കെ അവിടെ ഉണ്ട് അല്ലേ first one എന്താണ് hippopotamus and giraffe first picture is hippopotamus and second one is giraffe അവിടെ എന്തൊക്കെയുണ്ട് hippopotamus ഉണ്ട് giraffe ഉണ്ട് അല്ലേ hippopotamusന്റെയും ജിറാഫിന്റെയും pictures ഉണ്ട് അവിടെ okay ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും എന്താണ് പറയുന്നത് അവരെന്തോ പറയുന്നുണ്ട് അല്ലേ എന്താണ് അവർ പറയുന്നത് okay alone Ullas what are you doing there please sit there okay and okay അപ്പോ അവിടെ എന്തുണ്ട് അവര് ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും കൂടി എന്തോ പറയുന്നുണ്ടല്ലേ they told that we are big അവര് പറയുന്നത് എന്താ അറിയോ we are big ഞങ്ങള് വലിയതാണ് എന്നാണ് ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും പറയുന്നത് we are big okay we are very big okay then ഓളും മൗസും ഉണ്ടല്ലേ what do you mean by all owl എന്ന് വെച്ചാൽ എന്താണ് മൂങ്ങ ഓക്കെ റൈറ്റ് owl എന്ന് വെച്ചാല് മൂങ്ങയാണ് അല്ലേ ഔളും മൗസും അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട് we are small അല്ലേ അവര് വളരെ ചെറുതാണ് owl and mouse are very small Arjun Rajesh what are you doing there listen okay and animals അല്ലേ hippopotamus and giraffe they told that they are very big we are very big അവർ പറയുന്നത് എന്താണ് we are big അല്ലേ then owl and mouse told that they are very small അല്ലേ അപ്പോ ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും എന്താണ് അവര് ബിഗ് ആണ് അല്ലേ അവര് വളരെ വലുതാണ് പക്ഷെ ഔളും മൗസും എന്താണ് they are very small okay അവര് രണ്ടുപേരും പറയുന്നത് ഞങ്ങള് സ്മോൾ ആണ് ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും പറയുന്നു ഞങ്ങള് വളരെ വലുതാണ് അല്ലേ സ്മോൾ ആൻഡ് ബിഗ് okay then here is a picture of a cow and eagle അല്ലേ ഈഗിളിന്റെയും കൗവിന്റെയും പിക്ചർ ഉണ്ട് അവിടെ picture of a cow and eagle എത്ര പേരുടെ വീട്ടില് കൗ ഉണ്ട് cow ഷാമിൽ ക്രിസ്റ്റി ജോസഫ് പിന്നെ എത്ര പേരുടെ അർജുൻ രാജേഷ് പിന്നെ ആരുടെ വീട്ടിലുണ്ട് കൗ കവുണ്ടല്ലേ കവുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പാലൊക്കെ കിട്ടും അല്ലേ നല്ല പ്യുവർ മിൽക്കൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലേ എഡ്വിൻ ജോസഫ് എല്ലാവരുടെയും വീട്ടില് കുറെ പേരുടെ വീട്ടിലുണ്ടല്ലേ പാർവണ വീട്ടില് കവുണ്ടോ മോളെ കൗ in your home no okay അപ്പൊ കൗവും ഈഗിളും ഉണ്ടല്ലേ അപ്പൊ കൗ എന്താ പറയുന്നത് നോക്കി I live on land കൗ പറയുന്നത് എന്താണ് I live on land അല്ലേ land താമസിക്കുന്നത് ലാൻഡിലാണെന്ന് വെച്ചാൽ എന്താണ് കരയിലാണ് ഞാൻ താമസിക്കുക അല്ലെ ഭൂമിയില് അല്ലാതെ
വെള്ളത്തിലോ ആകാശത്തിലോ ഒന്നുമല്ല കൗ താമസിക്കുക. കൗ എവിടെയാണ്? നമ്മള് മനുഷ്യന്മാരെ പോലെ എവിടെയാണ് താമസിക്കുക? ഐ ലിവ് ഓൺ ലാൻഡ് അല്ലേ കൗ പറയുന്നത്. ഐ ലിവ് ഓൺ ലാൻഡ്, ഞാൻ താമസിക്കുന്നത് ലാൻഡിലാണ്. ഓക്കെ, ദെൻ ഈഗിൾ ഉണ്ടല്ലേ അവിടെ ഒരു ഈഗിൾ എന്താണ്? ഒരു പരുന്താണ് അല്ലേ. പരുന്ത് എന്താന്ന് പറയുന്നേ? ഐ ഫ്ലൈ ഇൻ ദ എയർ. ഐ ഫ്ലൈ ഇൻ ദ എയർ. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഞാൻ എന്താണ് എയറിൽ കൂടി പറക്കാണ് ചെയ്യുന്നത് അല്ലേ. ഐ ഫ്ലൈ ഇൻ ദ എയർ. ഞാൻ ആകാശത്തിൽ കൂടെ പറന്നാണ് പോകാറ് അല്ലേ. അപ്പോ കൗവിന് എന്താണ്? കൗവിന് അങ്ങനെ പറന്ന് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോ കൗ പറയുന്നത് ഐ ലിവ് ഓൺ ലാൻഡ് എന്നാണ്. പക്ഷെ ഈഗിള് പറയണ ഐ ഫ്ലൈ ഇൻ ദ എയർ. ഞാൻ എയറിൽ കൂടെ പറന്നാണ് പോകാറെന്ന് ഈഗിള് പറയുന്നു. ഓക്കെ, some animals live on land, birds are fly in the air. അതല്ലേ, അങ്ങനെയല്ലേ? ബേർഡ്സ് ഒക്കെ എന്താ ചെയ്യാ? ഈഗിള് മാത്രല്ല എല്ലാ ബേർഡ്സും എന്താ ചെയ്യാ? എയറിൽ കൂടെ ഫ്ലൈ ചെയ്യാണ് ചെയ്യാ. ബേർഡ്സ് ആർ ഫ്ലൈ ഇൻ ദ എയർ and some animals live on land and some animals are very big and some animals are very small അല്ലേ. അങ്ങനെ different types of animals ഉണ്ട്. Okay, Bhavyami, what happened, Bhavyami? Why are you so gloomy? Nothing? Okay. And next one, Noka. Some animals live on trees, some live in water, അല്ലേ. അവിടെ എന്താണ്? എന്താണുള്ളത്? അവിടെ ഒരു മങ്കി ഉണ്ട് അല്ലേ. monkeys live on trees അല്ലേ. മങ്കികൾ എപ്പോഴും എന്താ ചെയ്യാ? മരത്തിന്റെ മുകളിലാണ് താമസിക്കുക അല്ലേ. മങ്കീസിനെ കണ്ടിട്ടുണ്ടോ? മങ്കി, ഗോഡ്വിൻ. മങ്കി എന്ന് വെച്ചാൽ എന്താണ്? ഗോഡ്വിൻ, മങ്കി എന്താണ്? ഗോഡ്വിൻ എന്താണ്? ആ, കൊരങ്ങനാണല്ലേ മങ്കി. കൊരങ്ങന്മാരെവിടെയാ താമസിക്കുക? മരത്തിലല്ലേ. ഓക്കെ, കൊരങ്ങന്മാര് മരത്തിലാണ് താമസിക്കുക അല്ലേ. അപ്പോ എന്താണ്? അവിടെ ഒരു മങ്കി പറയാണ് ഐ live on trees. ഓക്കെ, ഐ live on trees. ഓക്കെ, ഐ live on trees എന്നാണ് ഒരു മങ്കി പറയാണ് അവിടുന്ന് അല്ലേ. ദെൻ താഴെ എന്തുണ്ട്? ചെറിയൊരു പൂൾ ഉണ്ട് അല്ലേ. ചെറിയൊരു പൂളില് എന്തുണ്ട്? ഒരു കുഞ്ഞു ഡക്ക് ഉണ്ട് അല്ലേ. ഡക്ക്, what do you mean by duck? ഷമിൽ എന്താണ് മോനെ? ഡക്ക് എന്ന് വെച്ചാൽ എന്താണ് മോനെ ഷമിൽ? The meaning of duck എന്താണ് മോനെ? താറാവ്. ഓക്കെ, റൈറ്റ്. ഡക്ക് എന്ന് വെച്ചാൽ എന്താണ്? താറാവാണ് അല്ലേ. അപ്പോ എന്തൊക്കെയുണ്ട്? അവിടെ ഒരു മങ്കി ഉണ്ട് ആൻഡ് ഡക്ക് അല്ലേ. അപ്പൊ മങ്കി പറയാണ് ഐ live on trees. മങ്കി പറയുന്നത് ഞാൻ മരത്തിന്റെ മുകളിലാണ് താമസിക്കാറ്. അപ്പോ ഡക്ക് എന്ത് പറയുന്നു? ഐ live in water അല്ലേ. ഡക്ക് എവിടെയാ താമസിക്കുക? ഡക്ക് വാട്ടറിലാണ് താമസിക്കുക അല്ലേ. അപ്പൊ ഡക്ക് പറയാണ് ഐ live in water. അപ്പൊ മങ്കി എന്താ പറയുന്നേ? ഐ live on trees അല്ലേ. ഞാൻ മരത്തിന്റെ മുകളിലാണ് താമസിക്കുക അല്ലേ. ദെൻ നോക്ക, അപ്പൊ കൗ എന്താ പറയണേ? ഐ live on land അല്ലേ. കൗവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രീസിന്റെ മുകളിൽ താമസിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. കൗ ഒക്കെ എന്താണ്? ലാൻഡിലാണ് താമസിക്കുക. അപ്പോ എന്താണ്? monkey are live on trees and cows are on land. Okay, then color Jumbo. He is big or small അല്ലേ. Jumbo is big or small? അവിടെ ഒരു പിക്ചർ ഉണ്ടല്ലേ, ജംബോന്റെ പിക്ചർ. ദാറ്റ് ഇസ് ബിഗ് or small? ബിഗ് അല്ലേ, വെരി ബിഗ്. ജംബോ is an elephant അല്ലേ. എലിഫന്റ് എന്താണ്? വെരി ബിഗ് ആണ് അല്ലേ. ബിഗ് എലിഫന്റ്. ഓക്കെ, അത് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കളർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും ഒക്കെ ചെയ്തതാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് നോക്കുക. ഡേയ്സ് ഓഫ് ദ വീക്ക് അല്ലേ. ഡേയ്സ് ഓഫ് ദ വീക്ക്. എഡ്വിൻ ജോസഫ് അൺമ്യൂട്ട് ചെയ്ത മോനെ. എഡ്വിൻ, okay. How many days are in a week, മോനെ എഡ്വിൻ? How many days are in a week? 7.
7. Which are they? Sunday, Okay. Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Okay, very good. There are 7 days in a week, alle? Sunday, Monday, Tuesday, Wednesday, Thursday, Friday, and Saturday. These are the 7 days of a week, alle? Then, Bhavika, how many days are in a week and which are they? Bhavika. Okay. 7. Which are they? ഏതൊക്കെയാണ് മോളെ? Okay. Tuesday, Thursday, Wednesday, Thursday, Friday, Saturday. Okay. These are the 7 days, അല്ലേ? Arjun Rajesh, unmute ചെയ്ത് മോനെ. How many days are in a week, മോനെ? How many days? Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Okay, okay. Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday, അല്ലേ? These are the 7 days in a week. Okay. Then Avedya PS, മോളെ unmute ചെയ്ത് മോളെ. Okay, how many days are in a week, മോളെ? Which are the days of a week? 7. 7. Which are they? Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Okay, very good. These are the 7 days of a week, അല്ലേ? ഇതാണ് എന്താണ് ഒരു ആഴ്ചയിലുള്ള 7 ദിവസങ്ങൾ, അല്ലേ? അപ്പോ എന്താണ് ഇത്രയും ഇതും പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ് മന്ത്സ് ഓഫ് ദ ഇയർ. ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. എല്ലാവരും എന്ത് ചെയ്യണം? ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ പഠിക്കുന്ന കൂട്ടത്തിൽ EVS എടുത്തു വെക്കുക. ഇതൊക്കെ നന്നായിട്ട് പറഞ്ഞ് പഠിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടത്? പിന്നെ നമ്മൾ നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. നമ്മുടെ ബോഡി പാർട്സ് പഠിക്കണം. നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കണം. ആൻഡ് എന്തൊക്കെയാണ് which are the good habits and exercises and sports. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സസൈസസും സ്പോർട്സും എന്താണ്? ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കണം. നന്നായിട്ട് പഠിക്കുകയും വേണം. ഓക്കെ, ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ വേറൊരു ബുക്ക് കൂടി ഉണ്ടല്ലോ, ഒരു പുതിയ ബുക്ക് അല്ലേ, സെക്കൻഡ് സെമസ്റ്റർ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതിനു മുമ്പ് ഒരാൾ മാത്രം പഠിച്ചാൽ പോരാ, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഒരാൾ മാത്രം പഠിച്ചാൽ എന്ത് ചെയ്യില്ല, നമ്മുടെ ക്ലാസ് മുൻപോട്ട് പോകില്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നിനി നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ടോ? ഇന്നിനി നെക്സ്റ്റ് ക്ലാസ് ഉണ്ടോ? നോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഓക്കെ, നമ്മുടെ ടൈമും കഴിയാൻ പോവാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? ആരാണ്? നൈജലാണോ പറയാൻ പോകുന്നത്? സൺഡേ മൺഡേ. ഓക്കെ, പ്ലീസ് വെയിറ്റ്. നമ്മുടെ ടൈം ഇപ്പൊ കഴിയാൻ പോവാണ്. ഓക്കെ മോനെ, വേഗം പറയൂ, വേഗം അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ. Monday, Tuesday, Friday, Saturday. സാറ്റർഡേ. ഓക്കെ Sunday. ഓക്കെ ഓക്കെ, ഇനഫ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഓരോരുത്തരെ കൊണ്ട് പറയിക്കും. മന്ത്സ് ഓഫ് ദ ഇയർ, ഡേയ്സ് ഓഫ് ദ വീക്ക്, ഇതൊക്കെ നമ്മൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. അപ്പൊ എന്ത് ചെയ്യും? ഓരോരോ ക്ലാസ്സിലും എല്ലാവരെ കൊണ്ടും എപ്പോഴും പറയിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും എന്താണ് ഇഷാൻ? വാട്ട്സ് ദ പ്രോബ്ലം ഇഷാൻ? Okay.
അൺമ്യൂട്ട് ചെയ്തേ മോനെ. പഠിക്കണോ? സ്പെല്ലിംഗ് EVS നമുക്ക് എഴുതാൻ വരാറില്ല. സ്പെല്ലിംഗ് ഇപ്പൊ പഠിക്കണ്ട, പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് എക്സാമിന് നമുക്ക് സ്പെല്ലിംഗ് ഒന്നും എഴുതാൻ വരില്ല, പക്ഷെ എന്നാലും നമ്മളത് പഠിക്കണം. ഓക്കെ, ചിലപ്പോ നിങ്ങൾക്ക് പോലെ എക്സാം ഇങ്ങനെ എന്താണ് ഗൂഗിൾ ഫോം ഒക്കെ വഴിയാണ് എക്സാം എങ്കിൽ ചിലപ്പോ നിങ്ങളോട് fill in the blanks പോലെയൊക്കെ ചോദിക്കാം അല്ലേ. ഇപ്പൊ ഹാൻഡ് എന്നുള്ളതിന്റെ 1-2 സ്പെല്ലിങ് എഴുതിയിട്ട് ഇടയ്ക്ക് ഒരു സ്പെല്ലിംഗ് ഒക്കെ മിസ്സായി പോയാൽ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് പറയാം അല്ലേ. സാധാരണ EVS ഓറൽ ആണല്ലേ, നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അന്ന് നമ്മൾ ഗൂഗിൾ ഫോമിൽ എക്സാം നടത്തിയത്. അപ്പൊ നിങ്ങൾ പഠിക്കുക, കൂട്ടത്തില് സ്പെല്ലിങ്ങും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, എക്സാമിന് അത് കമ്പൽസറി അല്ല, എന്നാലും നിങ്ങളൊന്ന് സ്പെല്ലിങ്ങും കൂടെ നോക്കി വെക്കണം. ഓക്കെ, പഠിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വേർഡ്സിന്റെ ഒക്കെ സ്പെല്ലിംഗ് പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവും അല്ലേ. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് എന്നാല് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ, നമ്മുടെ ടൈം കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, ബൈ. അപ്പൊ എല്ലാവരും പഠിക്കണം കേട്ടോ, വെറുതെ ഒന്ന് വായിച്ചു നോക്കണം. വെറുതെ ഇരിക്കുമ്പോ സെൽഫ് ഇൻട്രൊഡ്യൂസും ഫാമിലി ഇൻട്രൊഡ്യൂസും ഒക്കെ ഒന്ന് പറഞ്ഞു പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.